ചെമ്മീൻ പീലിംഗ് കൂലി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചേർത്തലയിലെ പീലിംഗ് ഷെഡ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. തൊഴിലാളി ക്ഷാമവും പീലിംഗ് ചാർജ് വർധനയിൽ കയറ്റുമതി സ്ഥാപനങ്ങളുടെ അനുകൂല നിലപാട് ലഭിക്കാത്തതുമാണ് സമരത്തിന് കാരണം. പീലിംഗ് മേഖലയിലെ ചേംബർ ഓഫ് കേരള സീഫുഡ് ഇൻഡസ്ട്രിയും മറൈൻ പ്രൊഡക്ട്സ് ഇൻഡസ്ട്രിയൽ അസോസിയേഷനും സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ചെമ്മീൻ പീലിംഗ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ചേർത്തല താലൂക്കിലെ പീലിംഗ് ഷെഡുകൾ ജൂൺ 11 മുതൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 കിലോ ചെമ്മീൻ പീലിംഗ് ചെയ്ത് നൽകുന്നതിന് നിലവിൽ 19 രൂപ 50 പൈസയാണ് തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് കണക്കിലെടുത്ത് നിലവിലെ കൂലിയിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് ജൂൺ മുതൽ കൂലി 1 രൂപ 50 പൈസ വർദ്ധിപ്പിച്ച് 21 രൂപയായി നൽകാമെന്ന് ഷെഡുടമകൾ സമ്മതിച്ചിരുന്നു. എന്നാൽ ഈ വർധനവ് തൊഴിലാളികൾക്ക് തൃപ്തികരമല്ലാതിരുന്നതിനാൽ പലരും പീലിംഗ് ജോലിയിൽ നിന്ന് മാറി മറ്റ് തൊഴിലുകളിലേക്ക് തിരിഞ്ഞതോടെ ഷെഡുകളിൽ തൊഴിലാളികളുടെ ക്ഷാമം രൂക്ഷമായി. തൊഴിലാളികൾക്ക് കൂടുതൽ വേതനം നൽകണമെങ്കിൽ ചെമ്മീൻ കയറ്റുമതി സ്ഥാപനങ്ങൾ പീലിംഗ് ചാർജ് വർദ്ധിപ്പിച്ച് നൽകേണ്ടതുണ്ടെന്നാണ് ഷെഡുടമകളുടെ നിലപാട്. ഇത് സംബന്ധിച്ച് കയറ്റുമതി സ്ഥാപന ഉടമകളുമായി നടത്തിയ ചർച്ചകളിൽ വ്യക്തമായ തീരുമാനമുണ്ടായില്ലെന്നും വിഷയത്തിൽ അനാവശ്യ കാലതാമസം വരുത്തിയാണ് ഷെഡുടമകളെ പ്രതിസന്ധിയിലാക്കുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കൂലിവർധന നടപ്പാക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ തൊഴിലാളികൾ മേഖല വിട്ടുപോകുന്നതായും തൊഴിലാളികളെ തിരിച്ചെത്തിച്ച് പീലിംഗ് തൊഴിൽ സംരക്ഷിക്കുന്നതിനായി 1 കിലോയ്ക്ക് 23 രൂപ കൂലി നൽകണമെന്നുമാണ് നിലവിലെ ആവശ്യമെന്നും അവർ പറഞ്ഞു. ഇതിന് ആവശ്യമായ രീതിയിൽ പീലിംഗ് ചാർജ് വർദ്ധിപ്പിക്കാൻ കയറ്റുമതി സ്ഥാപനങ്ങൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ജൂൺ 11 മുതൽ അനിശ്ചിതകാലത്തേക്ക് പീലിംഗ് ഷെഡുകൾ അടച്ചിടാൻ തീരുമാനിച്ചതെന്ന് സമരസമിതി ചെയർമാൻ VP ഹമീദ്, ജനറൽ കൺവീനർ VB അബ്ദുൽ ഗഫൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നിപ്പോ 20,000 എന്ന് പറഞ്ഞ തൊഴിലാളികൾ നേരത്തെ 40,000 ഉണ്ടായിരുന്നു. അത് കൊഴിഞ്ഞു പോയി. 5 വർഷം മുമ്പ്, ഇപ്പൊ ഈ 4 വർഷം മുമ്പ് ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ പകുതി പോലും ഇപ്പൊ ഇല്ല. അവർ മറ്റ് മേഖലകളിലേക്ക് തൊഴിൽ തേടി പോകുന്നു. ഈ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലാളികൾ കൊഴിഞ്ഞു പോവുകയും ഞങ്ങൾ ഇല്ലാതാവുകയും ഈ വ്യവസായം ഈ മേഖലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അരൂർ മേഖലയിൽ നിന്ന് ഈ വ്യവസായം പോയിപ്പോകും. ടയർ പോയതുപോലെ മറ്റു വ്യവസായങ്ങളും പോയതുപോലെ ഈ വ്യവസായവും ഈ മേഖലയിൽ നിന്ന് പോകും. ഈ മേഖലയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ വ്യവസായമാണ്. അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു ചർച്ച വെച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഞങ്ങളെ സമരത്തിലേക്ക് അവർ തന്നെ ഉന്തിത്തള്ളി വിടുകയാണ്. അപ്പൊ ഈ ധിക്കാരപരമായ ഇവരുടെ നിലപാടിനെതിരെ ഈ 11-ാം തീയതി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പീലിംഗ് മേഖലയിലെ ചേംബർ ഓഫ് കേരള സീഫുഡ് ഇൻഡസ്ട്രിയും മെറൈൻ പ്രൊഡക്ട്സ് ഇൻഡസ്ട്രിയൽ അസോസിയേഷനും സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അരൂർ. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കറുകടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കറുകടം.